ഈ ടൂറിസ്റ്റുകൾക്ക് വീട് വിട്ട് കഴിഞ്ഞാൽ മറ്റൊരു വീട് എന്നുള്ളൊരു ചിന്ത എപ്പോഴും ഉണ്ടാകും. കാരണം വീടിൻ്റെ ആ ഒരു സ്വസ്ഥമായൊരു അന്തരീക്ഷം തന്നെ നമുക്ക് കിട്ടണം നമ്മൾ പോകുന്നിടത്തും എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. കാന്തല്ലൂരിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ അത് ആ ഒരു ചിന്ത അന്വർത്ഥമാക്കുന്ന തരത്തിലാണ് സാൻഡൽ കാസ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ കണ്ടില്ലേ, പാശ്ചാത്യ പൗരസ്ത്യ നമ്മളുടെ ദേശീയ രീതിയിലുള്ള ഒരു വാസ്തു നിർമ്മാണ ശൈലി കോമ്പിനേഷനാണ് ഇവിടെ കാണുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ, അതിൻ്റെ ഇൻറ്റീരിയർ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാം. ഒപ്പം ഇതിന് ചുക്കാൻ പിടിക്കുന്ന ഒരാൾ ഇവിടെ ഇരിപ്പുണ്ട്, നമ്മളെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. നമസ്കാരം ചേട്ടാ. ഇത് ജോഫി ജെ ജോസഫ്. എന്തായാലും നമുക്ക് ഇദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടണം. കാരണം തൃശ്ശൂർ സ്വദേശിയാണ്. നമ്മളുടെ ഈ മനോഹരമായിട്ടുള്ള ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലെ മനോഹരമായ ഇടമായിട്ടുള്ള കാന്തല്ലൂരിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ടൂറിസ്റ്റ് വില്ലേജ് എന്നുള്ള ഗോൾഡൻ അവാർഡ് കിട്ടിയ വില്ലേജിനെ വിശേഷിപ്പിക്കുന്നത് തെക്കിൻ്റെ കാശ്മീർ. കുങ്കുമം അടക്കം, ആപ്പിൾ അടക്കം എല്ലാ കാശ്മീരിൽ എന്തൊക്കെ നമുക്ക് കിട്ടുവാതൊക്കെ എല്ലാം ഇവിടെ ഉണ്ട്, മഞ്ഞൊഴികെ. അതെ, തീർച്ചയായിട്ടും. ഒരുപക്ഷെ കാശ്മീരിനെ പോലെ തന്നെ ഉള്ളൊരു ആംബിയൻസ് ആണ്. തീർച്ചയായിട്ടും ഇതിന്റെ മലനിരകൾ കണ്ടില്ല, മഞ്ഞ് മൂടി കിടക്കുന്ന കാശ്മീരിനെ മാറ്റി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സെപ്റ്റംബർ സമയത്ത് സ്നോ എഫക്റ്റ് ഒന്ന് കൊണ്ടുവന്നാൽ മതി. സ്നോ എഫക്റ്റ് വരരുത്. എന്തായാലും ഇപ്പം നമുക്ക് ഈ ഒരു സാൻഡൽ കാസയെ കുറിച്ച് ചിന്തിക്കാം. ആ സാൻഡൽ കാസയിൽ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ഫെസിലിറ്റീസാണ് നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്, ഇവരുടെ അഡ്മിനിസ്ട്രേഷൻ, ഇവരുടെ നമ്മുടെ ആതിഥേയത്വം എങ്ങനെയാണ്, ഭക്ഷണം എങ്ങനെ, ഫുഡ് എങ്ങനെയാണ്, ഫുഡ് നിങ്ങൾ കഴിച്ചു നോക്ക്. ഫുഡ് നമ്മളിവിടെ കോണ്ടിനെൻ്റൽ ഫുഡൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല, എല്ലാം നാടൻ ഫുഡാണ്. നാടൻ ഫുഡ് എല്ലാം ഇവിടുന്ന് കിട്ടുന്ന, കാന്തല്ലൂരിൽ നിന്ന് കിട്ടുന്ന പച്ചക്കറികൾ മാത്രമാണ് നമ്മൾ കൂടുതൽ കഴിക്കുന്നത്. ഈവൻ അരി വരെ നമ്മൾ കാന്തല്ലൂരിൽ നിന്ന് തന്നെയാണ്. വെരി ഗുഡ്. അപ്പോൾ മാക്സിമം എന്തൊക്കെ പ്രോഡക്ട്സ് കാന്തല്ലൂർ കിട്ടുമോ അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും നമ്മൾ മെനു ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവിടെ എത്ര റൂമാണുള്ളത്? ഇപ്പോൾ നമുക്ക് മൊത്തം 16 സ്യൂട്ട് റൂംസും 2 ഡബിൾ റൂമും ഉണ്ട്. നമുക്കിപ്പോൾ ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു ടീം വരികയാണെങ്കിൽ എത്ര പേരെ ഒറ്റ തവണ ഉൾക്കൊള്ളാൻ പറ്റും? ഞങ്ങൾ 100 പേരെയൊക്കെ, കാരണം നമുക്ക് അല്ലാത്ത വലിയ കോളേജൊക്കെ ആണെങ്കിൽ ഡോർമിറ്ററിയും മാത്രമല്ല ടെൻസും ഞങ്ങൾ കൊടുക്കുന്നു. ഈ പുല്ലിനകത്ത് ടെൻറ്റുകൾ ചെയ്ത് കൊടുക്കും. മഴയത്തും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഓ പിന്നെ തീർച്ചയായും മഴയത്തും മഞ്ഞത്തും എല്ലാം പെർഫെക്റ്റ്. അപ്പോൾ ഒരു ടീം എന്നല്ല, ഒരു കോളേജോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ടൂർ അറേഞ്ച് ചെയ്ത് വരികയാണെങ്കിൽ 100 പേർക്ക് വരെ ഇവിടെ അക്കോമഡേഷൻ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഒരു മുറിയിൽ നോർമലി ആണെങ്കിൽ 3 അഡൽസിന് ഈസി ആയിട്ട് സ്റ്റേ ചെയ്യാം. അല്ലെങ്കിൽ ഒരു ഫാമിലി എന്നുള്ള കൺസെപ്റ്റിലാണ് നമ്മളത് അങ്ങനെ ചെയ്തത്, അതിൻ്റെ ഇൻറ്റീരിയേഴ്സ് ചെയ്തേക്കുന്നത്. പിന്നെ ഈ പറഞ്ഞതുപോലെ 100ഓളം പേർക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺഫറൻസ് ഹാളുണ്ട്. നമുക്ക് 100 പേർക്ക് വരെ ഉണ്ട്. അതിനനുസരിച്ചുള്ള പാർക്കിംഗ്. ഇവിടെ ഒരു പൂള് കണ്ടില്ല, അതെന്ത് പറ്റി? പൂള് ഇവിടുത്തെ കാലാവസ്ഥ തന്നെയാണ് അതിൻ്റെ പ്രശ്നം. നിങ്ങൾ ഇവിടുത്തെ പൈപ്പ് തുറന്നിട്ട് എത്ര വെയിലുള്ള സമയത്തും ഇവിടുത്തെ പൈപ്പ് തുറന്ന് വെള്ളം തൊട്ട് കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പാണ്. പൂളെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മെയിൻ അപകടകരമാണ്. കാരണം ഇത് ഈ നല്ല തണുത്ത കാലാവസ്ഥയിലൊക്കെ വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത്. അത് താഴ്ചയൊന്നും ഇല്ലെങ്കിൽ പോലും കാർഡിയാക് അറസ്റ്റിനും സ്ട്രോക്കിനും ഒക്കെ ഉള്ള ചാൻസസ് ഉണ്ട്. അതെ, പിന്നെ ഭാവിയിൽ അത് തിളച്ച വെള്ളം കൊടുക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് ഞങ്ങൾ എത്തിയാൽ അപ്പോൾ ആലോചിക്കും. തീർച്ചയായിട്ടും. നമ്മുടെ പിന്നിൽ കാണുന്ന മസ്തകപ്പാറയാണ് ഇതിന്റെ കാവലാളല്ലേ? അതെ, ആനയുടെ മസ്തകം പോലെ. ഇത് കൊളച്ചുവേൽ റോക്സ് എന്ന് അറിയപ്പെടുന്നത്, പക്ഷെ ഞങ്ങൾ ഇതിനെ വിളിക്കുന്ന മസ്തകപ്പാറ എന്നാണ്. കാരണം ആനയുടെ മസ്തകം പോലെയാണ് നിൽക്കുന്നത്. അതുപോലെ കണ്ട ആനയുടെ ഇതിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി ആ മല തന്നെയാണ്. അതെ, നമ്മളിപ്പം ഒരു ഏരിയൽ വ്യൂ ഞാൻ നിങ്ങളെ കാണിക്കാം. സാൻഡൽ കാസയുടെ ഏരിയൽ വ്യൂ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു യൂറോപ്യൻ രാജ്യത്തുള്ള ഏതോ ഒരു വലിയ, അതിന്റെ കാലാവസ്ഥ പോലും തണുപ്പല്ലേ. ഇവിടെ നമുക്ക് ഞങ്ങളുടെ റൂമുകളിലൊന്നും എസിയും ഫാനും ഇല്ല. കാരണം ഏറ്റവും പീക്ക് സമ്മറിൽ, ഇപ്പോൾ ഈ കഴിഞ്ഞാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പീക്ക് സമ്മർ എന്ന് പറയുന്നത്. ഏറ്റവും കേരളം മുഴുവൻ ചുട്ട് ഒരു 12 ആയിരുന്നു, 12 ഉള്ളൂ. പുതയ്ക്കാതെ ഉറങ്ങാൻ പറ്റില്ല. എന്തായാലും ഈ കാന്തല്ലൂർക്കാരൊക്കെ ബ്ലെസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും ഈ കാലാവസ്ഥ ഭയങ്കര അനുഗ്രഹീതമല്ലേ, അസുഖങ്ങൾ കുറവാണ്. പിന്നെ നാടിൻ്റെ പിന്നെ ജോഗ്രഫിക് അറ്റ്മോസ്ഫിയർ വളരെ രസകരമാണ്, ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ നമുക്ക് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ളൊരു പാക്കേജ് ഒക്കെ ഉണ്ടല്ലോ അല്ലേ? അഫോർഡബിൾ ആണ്. തീർച്ചയായും ഒരു 5 സ്റ്റാർ ഫെസിലിറ്റി ഫീൽ ചെയ്യുമെങ്കിലും 5 സ്റ്റാറിൻ്റെ പൈസ കൊടുക്കണം, റേറ്റിൽ മാത്രം പൈസ ഇല്ല. ഓക്കെ, എന്തായാലും ഞങ്ങൾക്ക് ഇത് ഇവിടെ വന്നിട്ട് ഇപ്പോൾ 2 ദിവസം 3 ദിവസമായിരുന്നു. ഈ 3 ദിവസത്തെ നമ്മളുടെ ഇവിടെയുള്ള ഒരു സ്റ്റേ നമുക്ക് നൽകിയ ആ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിച്ചത്. എന്നാലും ബാക്കിയുള്ള കുറച്ച് സ്ഥലങ്ങൾ നമുക്ക് കണ്ടുവരാം. എന്തായാലും ഇവിടുത്തെ ഭക്ഷണത്തിൻ്റെ കാര്യം കണ്ടോ, അസാധ്യമായ ടേസ്റ്റും അതുപോലെ തന്നെ ഒരു നാച്ചുറൽ, സാധാരണ നമ്മുടെ നാട്ടിലെ വീടുകളിൽ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൻ്റെ കൂട്ടുള്ള ടേസ്റ്റാണ്. ഞങ്ങൾ അത് തന്നെയാണ് നമ്മുടെ പ്രൊഫഷണൽസായിട്ട് വെച്ചേക്കുന്നത്. ഫുഡിൻ്റെ കാര്യത്തിൽ നമ്മൾ മറ്റ് പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കുന്നില്ല. അതാണ് എൻ്റെ. അപ്പോൾ നാടൻ ഫുഡ് മതി, കോണ്ടിനെൻ്റൽ ഫുഡ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്ത്. പിന്നെ ഈ ഭക്ഷണം ഉണ്ടാക്കുന്ന
ആള് ഈ ഗ്രാമത്തിൽ തന്നെയുള്ള ഉള്ള ആളാണ്. അവർക്ക് എല്ലാ ഫുഡും ഉണ്ടാക്കാൻ അറിയാം. അതെ അതെ അതെ. പോരാത്ത നമ്മൾ ട്രെയിനിങ് കൊടുക്കും, അവരതിനനുസരിച്ച് അതനുസരിച്ച് ചെയ്യും. അപ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്നുള്ള ഫ്രഷ് വെജിറ്റബിൾസും ഈവൻ അരി പോലും നമ്മൾ ഇവിടെ നിന്നാണ് കളക്ട് അതെ ചെയ്യുന്നത്. അതെ അതെ. അപ്പോൾ ബാക്കി ഒരുമാതിരിപ്പെട്ട സാധനങ്ങളല്ല, ഏതാണ്ട് അത്യാവശ്യം വേണ്ടതല്ല ഇവിടുന്ന് കിട്ടുന്ന പച്ചക്കറികൾ മാത്രമേ ഇവിടെ കൊടുക്കാറുള്ളൂ. അതെ അതെ. അല്ലാത്തൊന്നും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. എല്ലാം കാന്തല്ലൂരിൻ്റെ തനത് രുചിയുള്ള ഭക്ഷണങ്ങളാണ്. അത് മാത്രമല്ല നമ്മളിവിടുത്തെ സ്റ്റാഫൊക്കെ ആണെങ്കിലും ഞങ്ങൾ ഇവിടുന്ന് തന്നെ എടുത്തേക്കുന്നത് മുഴുവൻ ആളുകളും. കാരണം നമ്മളിപ്പോൾ എംപ്ലോയ്മെൻറ്റ് കൊടുക്കുന്നത് ഇപ്പോൾ ഈ ഗ്രാമത്തിൽ നിന്നാകുമ്പോഴത്തേക്ക് ഇവിടുന്ന് പ്രോഡക്ട്സ് ആണെങ്കിലും ഇവിടുന്ന് തന്നെ കളക്ട് ചെയ്യും. പിന്നെ ഇവിടുന്ന് നമ്മൾ ജീപ്പുകാരെ സാധാരണ എല്ലാ റിസോർട്ടുകളിലും കമ്മീഷനും മറ്റും എൻ്റർടൈൻ ചെയ്യും. ഞങ്ങളത് എൻ്റർടൈൻ ചെയ്യത്തില്ല. ഗസ്റ്റിന് എന്താണോ പാക്ക് ചെയ്ത് അവർ ഡയറക്റ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്തായാലും നമുക്ക് ബാക്കിയുള്ളവരും കൂടെ പരിചയപ്പെടാം അല്ലേ? പിന്നെന്താ, തീർച്ചയായിട്ടും. ഇത് GM ആണ്, ജയറാം. ജയറാം ഈ നാട്ടിൽ തന്നെ ഉള്ള ആളാണ്. ഓക്കെ ജയറാം, കൺഗ്രാജുലേഷൻസ്. നിങ്ങളുടെ ഈ ഒരു അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് പറഞ്ഞപ്പോൾ ജയറാമിനെയാണ് ആദ്യം പരിചയപ്പെടുത്തിയത്. എങ്ങനെ ഫീൽ ചെയ്തു? നമ്മുടെ ഇവിടുത്തെ ഈ ഒരു നമ്മുടെ ഇവിടുത്തെ തൊഴിലുമായി ബന്ധപ്പെട്ട് നമ്മുടെ എപ്പോഴും എൻഗേജാണ് അല്ലേ? നമ്മുടെ എല്ലാ റൂമുകളും എൻഗേജാണ്, സീസണായാലും ഓഫ് സീസണായാലും. തൊഴിലായിട്ട് നമ്മൾ കാണുന്നില്ല. അതാണ് എൻ്റെ ഒരു അല്ല, ഞങ്ങളുടെ ഒരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാലേ, ഇവിടെ ഗസ്റ്റായിട്ട് വരുന്ന ആളുകൾ ഞങ്ങൾക്ക് ഇവിടുന്ന് ഫ്രണ്ട്സായിട്ടാണ് പോകാറ്. അതെ അതെ അതെ. അപ്പോൾ അതിന് പറ്റിയ ആളുകളാണ് ഇവരെല്ലാം. എല്ലാവരും ഞാൻ ശ്രദ്ധിച്ചിരുന്നു, ജയറാമിൻ്റെയും നമ്മുടെ ബാക്കിയുള്ള ആൾക്കാരും ഒക്കെ അങ്ങനെ തന്നെയാണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾ വളരെ സില്ലി ആയിട്ട് ഈസി ആയിട്ടാണ് ഇവിടുത്തെ ജോബിനെ എടുത്തിരിക്കുന്നത്. അത് തൊഴിൽ എന്നുള്ള നിലയില്ല, അത് എനിക്ക് തോന്നുന്നു ഒരു നമ്മുടെ സ്വന്തം സ്ഥാപനം അല്ലേ? അതായത് ഇപ്പോൾ നമ്മളെ ഒരു വീട്ടിലേക്ക്, നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥി വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മളങ്ങനെ എടുക്കുന്നത് നമ്മൾ വളരെ അവരെ നമ്മളൊരാളായിട്ട് ചേർത്തിട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവരൊക്കെ എന്ന് വെച്ചാൽ ഇപ്പോൾ ജയറാം ഇവിടെ 7 വർഷം കഴിഞ്ഞു. അപ്പോൾ സാധാരണഗതിയിൽ ഒരു സ്ഥലത്തും ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ ഇത്ര അധികം പോകും. പിന്നെ ഇവർക്കാണെങ്കിൽ ഇവിടെ ഗസ്റ്റ് ഇല്ലെങ്കിൽ പോലും ഇവർക്ക് താഴേക്ക് പോകാൻ ഇഷ്ടമല്ല, ഇവരിവിടെ തന്നെ നിൽക്കും. ഇവിടെ അടുത്ത് തന്നെ മറയൂർ തന്നെയാണല്ലേ? ഓക്കെ, എന്തായാലും വളരെ സന്തോഷം. സാനൂർ കാസയെ കുറിച്ച് ഇങ്ങനെ ജനങ്ങളോട് പറയാതിരിക്കാൻ കഴിയില്ല. അത്രയ്ക്കും ഒരു ആംബിയൻസ് ആണെങ്കിലും ഹൈജീനിക്കിൻ്റെ കാര്യത്തിലായാലും ഇവിടുത്തെ നിങ്ങളുടെ ജനങ്ങളോടുള്ള ഇടപെടലുകളാണെങ്കിലും നമുക്ക് മറ്റുള്ളവരെ കൂടെ അറിയിക്കണ്ടേ? നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല, കാരണം ഇവിടെ തിരക്കാണ്. ഞങ്ങളൊരു ആക്റ്റീവ് മാർക്കറ്റിംഗിലേക്ക് പോയിട്ടില്ല എങ്കിൽ തന്നെ ഇവിടെ തിരക്കാണ്. എനിക്കത് മൗത്ത് പബ്ലിസിറ്റി ആയിരിക്കും ഇവിടുത്തെ അല്ലേ? ശരിക്കും അവരുടെ എക്സ്പീരിയൻസിൻ്റെ ഷെയറിംഗ് ആണ് അത്. അതെ, ആ റെഫറൻസിലാണ് വരുന്നത്. നിങ്ങളെല്ലാവരും ഹാപ്പിയാണ്, സന്തോഷക്കുറവൊന്നുമില്ല. തീർച്ചയായിട്ടും വളരെ സന്തോഷം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ കാണുന്നതാണ് നമ്മളുടെ കോൺഫറൻസ് ഹാളാണ്. കോൺഫറൻസ് ഹാൾ, അപ്പുറത്തുള്ളത് റിസപ്ഷൻ. ഇതൊരു ഓപ്പൺ സ്റ്റേജാണ്. ഓപ്പൺ സ്റ്റേജ് എന്ന് വെച്ചാൽ ന്യൂ ഇയർ അടക്കമുള്ള അല്ലെങ്കിൽ മേജർ ഇവൻറ്റ്സ് ഒക്കെ നമ്മൾ ഇവിടെ വെച്ചേക്കുന്നത്. ഇതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാൽക്കണികൾ നമ്മൾ നോക്കിയറിയാം, ബാൽക്കണികളിലെല്ലാം നിന്ന് ഏകദേശം ഒരേ ദൂരത്ത് കാണാൻ പറ്റും. അതെ അതെ അതെ, ഒരു വലിയ ആംബിയൻസ് ആണ്. നമ്മളൊരു സ്റ്റേജ് ഷോ ഒക്കെ ഇവിടെ വെക്കുകയാണെങ്കിൽ എത്ര പേർക്കെടുത്ത് കാണാം. മാത്രമല്ല ഇവിടെ വരുന്നവർക്ക് നമുക്ക് ആപ്പിൾ കാണാം, പ്ലംസ് കാണാം, ഓറഞ്ചും മുസംബി എല്ലാ സാധനങ്ങളും ഇതിൻ്റെ അകത്ത് നമ്മൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ പാഷൻ ഫ്രൂട്ട് അതെല്ലാം ഇതിൻ്റെ പുറകിലുണ്ട്. എന്നാലും നമുക്ക് ഇവിടുത്തെ റൂമിൻ്റെ ഫെസിലിറ്റി കൂടെ നമുക്ക് കാണാം. ഒരു പാശ്ചാത്യ സ്റ്റൈലിലാണ് അല്ലേ കൺസ്ട്രക്ഷൻ? ഒരു എന്തോ കോമ്പിനേഷനാണ്. കേരള സ്റ്റൈലോടെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഡ്രോയിങ് റൂമാണ്. ബാൽക്കണി കഴിഞ്ഞിട്ട് ഡ്രോയിങ് റൂമുണ്ട്. ഡ്രോയിങ് റൂമിൽ ഇത് സോഫ കം ബെഡാണ്. ഓക്കെ, ഡിസ്കഷനോ മറ്റുള്ള കാര്യങ്ങളോ അങ്ങനെ ഒരു. പിന്നെ ഇത് ബെഡ്റൂം. വളരെ വിശാലമായിട്ടുള്ളൊരു ബെഡ്റൂമാണല്ലോ, നല്ല സ്പേഷ്യസ് ആണ്, നല്ല ഡിസൈനിങ്ങും അതുപോലെ തന്നെ നമ്മളുടെ കളർ മാച്ചിങ് കളർ പാറ്റേണും ഒക്കെ ഗംഭീരം. നമ്മുടെ മല മസ്തക മലയിലേക്ക് പോകാം അല്ലേ? അപ്പം നമ്മുടെ സാൻഡൽ കാസലെ ഭക്ഷണം ഒക്കെ കഴിഞ്ഞപ്പം അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആ ആളുകളെ ഒന്ന് അനുമോദിക്കണമെന്ന് തോന്നി. കാരണം അത്രത്തോളം മനോഹരമായ ഫുഡായിരുന്നു സാൻഡൽ കാസലുള്ളത്. നമുക്ക് എന്തായാലും ഇവിടുത്തെ ആൾക്കാരെ ഒന്ന് പരിചയപ്പെടാം അല്ലേ? ഇവരൊക്കെയാണ് നമ്മളുടെ ഇതിൻ്റെ പിന്നിലെ ചാലക ശക്തികൾ. ഇത് അസിസ്റ്റന്റ് മാനേജർ അല്ലേ? പേര് ഈശ്വരൻ. എൻ്റെ പേര് അമൽ. മുക്തു. എൻ്റെ പേര് രാമർ. പേര് സജിമോൻ. ദീപ. ഇതാണ് നമ്മുടെ മാസ്റ്റർ ഷെഫ്. ഇതിൻ്റെ പേര് മാരി. അപ്പം എന്തായാലും ഇവരുടെ ഈ ഒരു കൈപ്പുണ്യം സത്യം പറഞ്ഞാൽ സമ്മതിക്കാതിരിക്കാൻ നിവൃത്തിയില്ല കേട്ടോ. ഫുഡ് വളരെ കേമമായിട്ടാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്.
എല്ലാവർക്കും വളരെ സന്തോഷത്തോടു കൂടി ഇവിടെ നിന്ന് പോകുമ്പോൾ വയറും മനസ്സും നിറഞ്ഞിട്ടാണ് നിങ്ങളുടെ ഭക്ഷണം കഴിച്ചിട്ട് ഇവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ അതിന് ഹാറ്റ്സ് ഓഫ് യു, എല്ലാവർക്കും സന്തോഷം. അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ ഇവിടെ ഒരു തരത്തിലുമുള്ള ബഹളങ്ങൾ കാണാറില്ല, വളരെ സൈലൻ്റായിട്ട് അവർ ജോലി ചെയ്യുന്നു. ഒരു റൂം വെക്കേറ്റ് ആക്കി വെച്ചാൽ അന്നേരം തന്നെ പോയി ക്ലീൻ ചെയ്ത് ഹൈജീനിക് ആക്കിയിട്ട് അടുത്ത ആൾ വരുന്നു, അവർക്ക് വേണ്ടതെല്ലാം കൊടുത്ത് ഒരു അലമ്പും ഇവിടെ കേൾക്കാനില്ല. ആളുടെയും കസ്റ്റമറൊക്കെ ഹാപ്പിയാണ്. സോ ഹാറ്റ്സ് ഓഫ് യു ബോത്ത്, ഓൾ ഓഫ് യു. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം. എന്തായാലും സാൻഡൽ കാസയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവരുടെ ആ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ നേരിട്ടുള്ള അനുഭവങ്ങൾ അനുഭവിച്ചറിയാം. ഒപ്പം ഇവിടുത്തെ ഭക്ഷണത്തിൻ്റെ രുചിയും. എല്ലാവർക്കും സന്തോഷം. ഓക്കെ.